CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് തുടങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാകും 2 ദിവസം നീളുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. നവകേരള സദസ്സിന്റെ അവലോകനവും ഇന്ന് നടക്കുന്നുണ്ട്. MT വാസുദേവൻ നായരുടെ വിമർശനം, അയോധ്യ പ്രതിഷ്ഠ എന്നീ വിഷയങ്ങളും സംസ്ഥാന കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെടും. അല്ലേ? ശ്രീത്താണ് വിവരങ്ങളുമായുള്ളത്. ശ്രീത്ത്, ഇപ്പോൾ ഈ സംസ്ഥാന സമിതി യോഗത്തിൽ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എന്തായിരിക്കും? നമുക്ക് കോളിലേക്ക് എത്താം. ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് അല്ലേ? ഇത് പ്രധാനമായിട്ടും ചർച്ച ചെയ്ത് നവകേരള സദസ്സിന്റെ അവലോകനമുണ്ട്. ആ അവലോകനമുണ്ട്. ഇപ്പൊ MTയുടെ വിഷയം ആരെടുത്തിടും എന്നുള്ള പ്രശ്നം വരും. ഇട്ടാലല്ലേ പിന്നെ അതിൽ ചർച്ച വരുള്ളൂ. സാധാരണ സംസ്ഥാന സമിതിയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രശ്നം അതാണ്. പ്രധാനപ്പെട്ട പുറത്ത് നടക്കുന്ന വിമർശനങ്ങൾ ആര് തുടക്കം ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് പറയണ്ടേ? ആരും ഇല്ല പറയാൻ. ഇന്നലെ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയോ പ്രതികരണമോ ഇനി വേണ്ടതില്ല. അത് 20 വർഷങ്ങൾക്ക് ഇപ്പോൾ റെഡിയാണ്. ശരി ശ്രീജിത്ത്, ഇന്ന് എന്തൊക്കെയായിരിക്കും സ്മൃതി ചോദിച്ചതുപോലെ പ്രധാനപ്പെട്ട അജണ്ട? CPMന്റെ 2 ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയാണ് ചേരുന്നത്. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ചേർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് CPM കടക്കുകയാണ്. കാരണം ജനുവരി 22, ഈ മാസം 22-ന് ശേഷം എപ്പോൾ വേണമെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠയോടെ BJP തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ ഒരു പൊതു മാർഗ്ഗനിർദ്ദേശം തയ്യാറാക്കിയായിരിക്കും ഇത്തവണത്തെ സംസ്ഥാന കമ്മിറ്റി പിരിയുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ നവകേരള സദസ്സിൻ്റെ അവലോകനവും അജണ്ടയിലുണ്ട്. നവകേരള സദസ്സ് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് എന്നാണ് ഇന്നലെ ചേർന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ. കാരണം ഇതിൽ ഏറ്റവും അനുകൂലമായ ഘടകമായി CPM നേതൃത്വം കാണുന്നത് LDFന്റെ, CPMന്റെ ബൂത്ത് തലം മുതലല്ല, LDFന്റെ ബൂത്ത് തലം വരെയുള്ള കമ്മിറ്റികളെ സജീവമാക്കാൻ, ചലിപ്പിക്കാൻ ഈ നവകേരള സദസ്സ് വലിയ തോതിൽ ഉപകരിച്ചു. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിൽ സംഘടനാ സംവിധാനത്തെ സജീവമാക്കി നിലനിർത്താൻ ഈ നവകേരള സദസ്സിലൂടെ സാധിച്ചു. ഒപ്പം തന്നെ കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിൻ്റെ അലയലുകൾ മുക്കിലും മൂലയിലും, നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസവുമായിട്ടാണ് CPM പോകുന്നത്. ഇതേ വിലയിരുത്തൽ തന്നെയായിരിക്കും സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടാവുക. ഒപ്പം തന്നെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ, ഇപ്പോൾ ഈ MT വാസുദേവൻ നായരുടെ വിമർശനമടക്കമുള്ള വിഷയങ്ങളും ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പരാമർശിക്കപ്പെടാനാണ് സാധ്യത.